ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്ന തെറ്റാണെന്നാണ്. എന്ത് തെറ്റാണ് അതിലുള്ളത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി, എല്ലാ ബഹുമാനവും എല്ലാ ആദരവോടും കൂടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തങ്ങളുടെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരുടെ വീട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഇതിന് എന്ത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഇനി അതൊക്കെ പോട്ടെ, ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി പോലും നിലകൊള്ളുന്നതെന്ന് ഞങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണോ? ഈ ഹൈക്കോടതി പറയുന്നത് കേട്ടാൽ തോന്നും ഷഹബാസ് തനിയെ മരിച്ചതാണ്, നെഞ്ചക്കൊണ്ട് തലയിൽ അടിച്ച് ആത്മഹത്യ ചെയ്താണെന്ന് തോന്നുമല്ലോ. ഹൈക്കോടതിയിൽ ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ അവരുടെ ഷഹബാസിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിനൊരു വിശ്വാസമുണ്ടെന്ന് പലപ്പോഴും പറയുമ്പോഴും അത് നമ്മുടെ കോടതി തന്നെ തെളിയിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ട, ഞങ്ങളൊന്നും നീതി തരാൻ പോകുന്നില്ല. ഇവിടെ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും അവന്മാർ തന്നെ ജയിക്കും, അല്ലെങ്കിൽ അവന്മാർ തന്നെ ജീവിക്കും. എന്തുകൊണ്ടാണ്? അവന്മാരുടെ അച്ഛൻ്റെ പണത്തിൻ്റെയും അവന്മാരുടെ പിടിപാട് കൊണ്ട് മാത്രമാണ്. ഹൈക്കോടതിയെ പോലും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ നമ്മുടെ ഭരണ സംവിധാന വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്? ഞാൻ ആദ്യം